അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല മോനെ. ആ, ഇത് ഡൊമിനിക് മുതലാളിയുടെ ടെലഗ്രാമാണ്. ഞാൻ മറ്റന്ന് തന്നെ അവിടെ എത്തണമെന്ന്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം ഇപ്പൊ പഴയ ജോലിയൊക്കെ വിട്ട് സമൂഹത്തിൽ വലിയ മാന്യനായിട്ട് കഴിയുകയാണെന്നാണ് ഞാൻ കേട്ടത്. എന്റെ മോനെ, നീ അങ്ങേരുടെ കൂടെ എത്ര കവർച്ച നടത്തി. അന്ന് ഒരു പോലീസും പിടിച്ചില്ല. എന്ന് നീ ഒറ്റയ്ക്ക് തുടങ്ങിയോ അന്ന് നീ പോലീസിന്റെ പിടിയിലായി. 5 കൊല്ലം നീ ജയിലിൽ കിടന്നപ്പോ അമ്മ എത്രമാത്രം തീരുന്നെന്നോ. ഞാൻ നിത്യരോഗിയാകാൻ കാരണം തന്നെ അതാണ് മോനെ. ഏതായാലും നീ ചെല്ല്. എന്താ വിവരം അറിയാലോ. പോകാം. പക്ഷേ വണ്ടിക്കൂലിക്ക് പോലും കാശില്ല. ഇടാനാണെങ്കിൽ നല്ലൊരു വസ്ത്രം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പോകുമേ? എന്റെ മോന് ഉടുപ്പ് വാങ്ങിക്കാനും വണ്ടിക്കൂലിക്കുള്ള കാശ് അമ്മ തരാം. അമ്മയ്ക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയമ്മേ? മരിച്ചാലും നിനക്കൊരു ഭാരമാകരുമെന്ന് കരുതി ഈ അമ്മ ശവപ്പെട്ടിക്ക് വേണ്ടി കരുതി വെച്ച കാശാണ് മോനെ ഇത്. വേണ്ടമ്മേ, എനിക്ക് ഈ കാശ് വേണ്ട. ഞാൻ എവിടെയും പോണില്ല. അങ്ങനെ പറയല്ലേ മോനെ. എന്റെ മുമ്പ് പോയിട്ട് വാ. ജയിൽപ്പുള്ളിയാണെന്നും പറഞ്ഞു നിനക്ക് ആരെങ്കിലും ഒരു ജോലി തരുന്നുണ്ടോ? എല്ലാം നല്ലതിനായിരിക്കും. കർത്താവ് നമ്മെ കൈവിടില്ല. നമ്മനെ ഇത് വാങ്ങിക്ക. ശരിയമ്മേ, ഞാൻ പോകാം. ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടാലേ മറ്റന്നാൾ രാവിലെ അവിടെ എത്താൻ പറ്റൂ. കല്യാണിയമ്മേ, എന്താ കുഞ്ഞെ? ഞാൻ വരുന്നവരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി കുഞ്ഞെ, പോയിട്ട് വാ മോനെ. അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം 6-ാം തീയതി വരെ ഓരോ ദിവസവും ഓരോ സ്വീകരണമുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ കല്ലുപാറയിലൊരു സ്വീകരണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമല്ലേ ആയുള്ളൂ. MD ചന്ദ്രശേഖരൻ നായർക്ക് പ്രതിപക്ഷക്കാരുടെ സംഘടന സ്വീകരണം കൊടുത്തപ്പോ ഞങ്ങളത് കണ്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്ഷീണമല്ലേ സാർ? ഓരോ പഞ്ചായത്തിൽ ഒരു 500 സംഘടനകൾ വീതമുണ്ട്. എല്ലാവരും കൂടി സാറിന് ഇങ്ങനെ സ്വീകരണം കൊടുത്താൽ ആൾ ബാക്കിണ്ടാവോ? ഒരു അക്കാഡമി അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി സാറിന് ഇങ്ങനെ ശിക്ഷിക്കണോ? ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് സാർ. അല്ലെങ്കിൽ സാറിനെ അവരുടെ പാർട്ടിക്കാനായി നാട്ടുകാർ കണക്കാക്കും. എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയുമില്ല. പിന്നെ ഒരേ സ്ഥലത്ത് 2 സ്വീകരണത്തിൽ പങ്കെടുക്കുന്നത് അത്ര ഭംഗിയായിട്ട് തോന്നുന്നു. ക്ഷമിക്കണം, എനിക്ക് സ്വല്പം ജോലിയുണ്ട്. വരും. സാർ സാർ മിസ്റ്റർ ശങ്കര, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിങ്ങൾ പറഞ്ഞ സാർ കേൾക്കും. ഞാൻ പറഞ്ഞ കേൾക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? സാറിന് കാതുകളുണ്ട്. ഒന്ന് എണീക്ക്. ഇവിടെ വേറെ ജോലിയുണ്ട്. സ്വീകരണ കമ്മിറ്റിക്കാർ നാളെ അപ്പോ ഈ സ്വീകരണക്കാരെ കൊണ്ട് തോറ്റു. മനുഷ്യനെ സ്വൈര്യമായിട്ടൊന്ന് എഴുതാനും ഇവന്മാർ സമ്മതിക്കത്തില്ല. അവാർഡ് കമ്മിറ്റിക്ക് നോവൽ സമർപ്പിക്കാനുള്ള സമയം എടുത്തു. ആരാധകരുടെ സ്നേഹത്തെ തള്ളി പറയില്ലേ ചേട്ടാ? അത് ശരിയാ. പക്ഷെ ഇതൊക്കെ ഒരുമാതിരി മനുഷ്യനെ ശ്വാസം മുട്ടിക്കാൻ തരത്തിലുള്ള സ്നേഹമാണ്. ചേട്ടാ, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ സുഖമായിരുന്നു എഴുതാം. ഓ, നല്ല സ്ഥലത്തേക്കാണ് സാറ് നമ്മളെ ക്ഷണിച്ചത്. ഒരു സ്കൂൾ നടത്താനുള്ള പിള്ളേരുണ്ടോ എന്റെ വീട്ടിൽ? മോളെ, പട്ടി എന്തിനാണ് കൊണ്ടുവന്നത്? കൊണ്ടുപോ. ടൈഗറെ ബെഡ്റൂമിൽ കയറ്റി പഠിപ്പിക്കരുത് കേട്ടോ മോളെ. ടൈഗർ ഗോ. മോള് പിന്നെ മോള് പോയിട്ട് 10ാമത്തെ കുരുക്കും വന്നിട്ടുണ്ട് മുതലാളി. 10ാമത്തെ കുരുക്കും? നമ്മളെ സ്വീകരണക്കാര് 18ാം തീയതിത്തെ. ഇപ്പോഴെങ്ങനെയുണ്ട്? അക്കാരി സാറ് മറന്നുപോയോ? ഈ ശല്യം അടുത്ത കാലത്തൊന്നും തീരുന്ന ലക്ഷണമില്ലല്ലോ. കമോൺ പീറ്റർ. വേഗം പാടി. ആരാണ് നിങ്ങൾ? എന്നെ രക്ഷിക്കണം.
എന്റെ പേര് പോലീസുണ്ട്. സോറി, ഇങ്ങോട്ടൊരാൾ ഓടി വന്നോ? ഇല്ലല്ലോ. വന്നില്ലേ? ഇല്ല. വാ. മിസ്റ്റർ, എന്താ നിങ്ങൾ അന്വേഷിച്ചാൽ ഇതിനകത്തുണ്ട്. നോക്ക്. ഇയാൾ ആരാ ഡാഡി? ഡാഡിയുടെ ഒരു കൂട്ടുകാരൻ. കൂട്ടുകാരനോ? എന്താ മോളെ? ഇയാൾ ആരാണെന്ന് എനിക്കറിയാം. മോളെ, പീറ്റർ, പീറ്റർ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. മോളെ, എന്താ ഡാഡി? ഡാഡി ഒന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഡാഡി എന്തിനാ ഇങ്ങനെയുള്ളവരോട് കൊണ്ടുവരുന്നത്? എനിക്കത് ഇഷ്ടമല്ല. നീ കോളേജിൽ പഠിച്ച കുട്ടിയല്ലേ, വീട്ടിൽ വരുന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഡാഡി പഠിപ്പിച്ചു തരണം. അതിഥിയോ? അയാളൊരു ജയിൽ പിള്ളയല്ലേ? മോളെ, ഡാഡിയുടെ കൂടെ 10-20 വർഷം ജോലി ചെയ്ത ആളല്ലേ, അയാളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ഡാഡിയുടെ ഓരോ ദിവസമുള്ള കവർച്ചയുടെ പ്ലാൻ വരയ്ക്കലും ഇതുപോലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നത് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. അയ്യോ, എന്റെ മോള് പേടിക്കണ്ട. ഡാഡി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ എന്റെ മോളുടെ ഭാവിയാണ് അപകടത്തിലാവുന്നത് ഡാഡിക്ക് അറിഞ്ഞുകൂടെ? എന്റെ മോളെ ഡാഡി ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. മണി 12ആയി. ഏതായാലും ഉച്ചയ്ക്ക് ഊണ് കൊടുത്തിട്ട് നമുക്കത് പറഞ്ഞുവിടാം. എന്റെ പെൺമോളം ചിരിക്കേ. ശ്രീധര, എന്താ അച്ഛമ്മേ? ആ, ഡാഡിയുടെ കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരാളും കൂടെ ഉണ്ട്. വേഗം തയ്യാറാക്ക്. ശരി അച്ഛമ്മ. മിടുക്കി, ഡാഡിയുടെ പൊന്നുമോൾ. പീറ്റർ, അവൾ എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അവൾ കൊച്ചുകുട്ടിയല്ലേ. ഞാൻ വീണ്ടും പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകുമോ എന്ന ഭയമാണ് അവൾക്ക്. ആ, സാറിനെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. ആ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇപ്പോഴും ലക്ഷപ്രഭുവാണെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ വിചാരം. എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ലിക്വിഡേഷനിൽ പോയ ചിറ്റ് ഫണ്ടിന്റെ അസറ്റ്സിന്റെ കൂട്ടത്തിൽ എന്റെ വീടും കാറും സ്വത്തുക്കളും എല്ലാം പോയി. ഈ വിവരം എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും അവളെ ദുഃഖിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒറ്റയടിക്ക് തിരിച്ചെടുക്കണമെന്ന വാശിയും എനിക്കുണ്ട്. അത് ഞാൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അതിനായി എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. പീറ്റർ എന്റെ കൂടെ നിൽക്കണം. നിനക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. 5 lakhs. സാറിന്റെ പ്ലാൻ എന്താണെന്ന് പറയൂ. ഡിജി ഗ്രൂപ്പ്സ് ഓഫ് മിൽസിന്റെ ഓണർ രാജം മുതലാളിയെ പറ്റി പീറ്റർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? അദ്ദേഹം കോടീശ്വരനല്ലേ? അതെ. എല്ലാ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ഏക മകൾ വിജയുടെ പേരിലാണ്. വിജയ്. ഒന്ന് സമ്മതിക്ക് ഡാഡി. ഈ 2 ദിവസം മോളെ കാണാതെ ഡാഡി എങ്ങനെ ഇരിക്കും മോളെ? മോള് പോകണ്ട. ഞാൻ ചെല്ലാന്ന് വാക്കുകൊടുത്ത ഡാഡി. ഞാൻ ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും. എന്നാ ഡാഡി വിടാൻ. അയ്യേ, സ്കൂളിൽ നിന്ന് പിക്നിക് പോകുമ്പോ ഡാഡി എങ്ങനെയാ കൊണ്ടുപോവാ? പിന്നെ നാളെയും മറ്റന്നാളും ഡാഡി ആരെ കണി കണ്ട് എനിക്കും മോളെ. ആ, ഞാനെന്റെ നല്ലൊരു ഫോട്ടോ തരാം. ഡാഡി ഇത് കണ്ടാ മതി. അപ്പോ കണി കാണുന്ന പ്രശ്നം തീർന്നല്ലോ. സത്യം പറഞ്ഞാൽ മോളെ സ്കൂളിൽ വരെ വിടുന്നത് ഡാഡിക്ക് ഇഷ്ടമല്ല. ഒരു നിമിഷം പോലും എന്റെ മോള് ഡാഡിയെ പിരിഞ്ഞിരിക്കരുതെന്നാണ് ഡാഡിയുടെ ആഗ്രഹം. മേലാൽ ഇതുപോലൊരു പ്രോഗ്രാം ഞാൻ വാക്കുകൊടുക്കില്ല ഡാഡി. ഇപ്രാവശ്യം ഡാഡി സമ്മതിക്ക്. മോളുടെ ഒരാഗ്രഹത്തിനും ഡാഡി എതിരെ നിന്നിട്ടില്ല. ആ, എന്നാ ഡാഡി വിടൂല. രാജൻ മുതലാളിക്ക് മകളാണ് എല്ലാം. അവൾ എല്ലാ ശനിയാഴ്ചയും
ഒറ്റയ്ക്ക് പള്ളിക്കര ക്ഷേത്രത്തിൽ മുടങ്ങാതെ അർച്ചനയ്ക്കായി വരും. അടുത്ത ശനിയാഴ്ച നമുക്കവളെ തട്ടിയെടുക്കണം. അതിന് സഹായത്തിനായി എനിക്കൊരു പെൺകുട്ടി ആവശ്യമുണ്ട്. എനിക്കൊരു പെൺകുട്ടി അറിയാം സാർ. ഓപ്പൺ. രണ്ടാട്ടിനീച്ചോ ഒറ്റയ്ക്കാന്ന് വിചാരിച്ചു. പക്ഷേ അവളുടെ കൂടെ അവളുടെ കാമുകനും ഉണ്ടാകും. അവനില്ലാതെ അവൾ ഒരിടത്ത് പോവുകയുമില്ല. രണ്ടുപേർക്കും ചെന്നായ്ക്കളുടെ സ്വഭാവമാണ്. ദേ എന്തെന്നറിയില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ പ്ലാനിന് ഏറ്റവും യോജിച്ചവർ അവരാണ്. സാർ എന്ത് പറയുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം, സംസാരിക്കണം. എന്റെ പ്ലാനുകൾ ഒന്നും അപകടത്തിൽ ചാടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരട്ടെ സാർ. ശരി.
മോളെ ഇവിടെ വാ. കുളിച്ചിട്ട് തല തോർത്തിയില്ലേ? ഇങ്ങനെയാണോ തല തോർത്തുന്നത്? മീനാക്ഷി ഇവിടെ വാ. ഇങ്ങനെയാണോ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തിക്കണം? തിന്നു മുടിക്കാനോ? എന്റെ കുഞ്ഞിനെ വല്ല സൂക്കടം വന്നാൽ ആര് പറയും? ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം. മോള് പോക്കോ. ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. താനെന്നെ വേറെ എവിടെ വെച്ചും കാണാൻ വഴിയില്ല. ആ, വേറെ എവിടെയല്ല, ഇതിനകത്ത് വെച്ച് തന്നെ. താനല്ല അന്ന് കല്ലൂപ്പാറ ഭരണകക്ഷിയുടെ ആളായിട്ട് സാറിനെ ക്ഷണിക്കാൻ വന്നത്? അതെ. ആ, പിന്നെ താനെങ്ങനെയാണ് ഈ മഹിളാ സമാജത്തിലായി? ഇത് ഞങ്ങളുടെ ഭരണകക്ഷിയുടെ തന്നെ മഹിളാ സമാജമാണ്. അപ്പൊ ആ ശരി, സ്ഥിരമായിട്ട് വേറെ ജോലിയൊന്നുമില്ലല്ലേ? ഭരണകക്ഷിയും മഹിളാ സമാജവും സ്വീകരണവും വളരെ സമ്പാദിച്ച ആശാനെ. ഒന്നുമില്ല, വെറും സേവനം. ഇല്ലേ? അത് തന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ സാറ് കാലത്ത് ഇവിടുന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയതാ, ഇതുവരെ വന്നില്ല. വന്ന് കയറുമ്പോൾ തന്നെ തന്റെ ഈ മോംസി, ഈ കുപ്പായും ഈ ശരീരം ഒക്കെ പാടെ കണ്ടിട്ടുണ്ടെങ്കിൽ സാറിന് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് പൊന്നും മോനെ ഒന്ന് എഴുന്നേറ്റ് പോയിക്കോ. അല്ലടോ, സാറിന്റെ കാര്യങ്ങളൊക്കെ താനാണോ തീരുമാനിക്കുന്നത്? ഇന്നത്തോടു കൂടി ഞാൻ നിർത്തി. ഇനി 36 മണിക്കൂർ ഇടേ സമയത്ത് 5:45. പട്ടീനെ കഴിച്ചിട്ട് സമയം. പട്ടീനെ അയച്ചിട്ടുണ്ട പുറത്തേക്ക് പോകാൻ കഴിയില്ല, അകത്തേക്ക് വരാൻ കഴിയില്ല. ഒന്ന് ഇറങ്ങിപ്പോയി ശരി. എനിക്ക് തള എനിക്ക് കുത്തനെ. ഓ, നമ്മളെ ഉദ്ഘാടനം സാർ, ഇയാൾ പണ്ട് കല്ലൂപ്പാറ സ്വീകരണത്തിന് സാറിനെ വിളിക്കാൻ വന്ന ആളാ. ഇപ്പഴാ മഹിളാ സമാജത്തിന് സാറിനെ വിളിക്കാൻ വന്നിരിക്കുന്നു. തനിക്കൊന്നും വേറെ ജോലിയില്ലല്ലോ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ നടക്കുന്നു. ശങ്കര, ഇവരെ പറഞ്ഞോട്. പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. ആ, മല കൊണ്ടു നടക്കി, അമ്മ നടക്കി, ആമ നടക്കി 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 ഓടുന്നു. ഇങ്ങോട്ട് നടക്കടോ. ഞങ്ങൾ വരട്ടെ? അങ്ങോട്ട് വരുന്ന വേണ്ട, നടന്നാൽ മതി കുത്തനെ. വന്നിരിക്കുന്നു. കിടക്ക്. അവനൊരു കാര്യത്തിന് പോയതല്ലേ കല്യാണി, ഇപ്പൊ വരും. അമ്മേ, അമ്മേ, എന്റെ മോൻ വന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കല്യാണമ്മേ? അമ്മയ്ക്ക് കുറച്ച് കൂടുതലാ കുഞ്ഞെ. മോനെ, നീ പോയ കാര്യം എന്തായി? നമ്മൾ രക്ഷപ്പെട്ടു അമ്മേ. ഡൊമിനിക് സാർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടും. കർത്താവേ, ഞാൻ എന്തായി കേൾക്കുന്നേ? കർത്താവേ, 5 ലക്ഷം രൂപയോ? അതെ അമ്മേ, 5 ലക്ഷം രൂപ. ഹായ് രവി. ഹായ്. എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അകത്തേക്ക് വരൂ, എല്ലാം പറയാം. ഇറങ്ങ. Come on, darling. വരൂ, ഇരിക്കൂ. ആരാ മക്കളെ അത്? ഡൊമിനിക് സാറിന്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഇവർ. ഞങ്ങളെ വിളിപ്പിച്ചെന്തിനാണെന്ന് പറയും. ഒരാഴ്ചക്കാലം മുഴുവൻ നീ പോക്കറ്റടിയും തട്ടിപ്പറിയും കൊണ്ട് സമ്പാദിക്കുന്നതിന്റെ 10 ഇരട്ടി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. എങ്ങനെ? കാര്യം വിശദമായി പറയൂ. രവി, നാളെ നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ബാക്കി കാര്യങ്ങൾ അവിടെ വന്നിട്ട് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങൾക്ക് 2 പേർക്കും കൂടി 2 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരും. എന്താ പോരെ? എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ദൈവം ഗ്ലാഡ്സൺ സാഹിബിനെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. നമ്മൾ എവിടെ പോകുന്നെന്ന് ആരോടും പറയണ്ട. നോവൽ എഴുതി തിരിച്ചു വന്നതിന് ശേഷം ആളുകൾ അറിഞ്ഞാൽ. ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കാൻ എനിക്ക് പേടിയാണ്. അതിന് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവനെ കൂടാതെ ഞാൻ വേറൊരുത്തനെ കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നീ കിടന്നുറങ്ങാൻ നോക്ക്. നേരം വെളുപ്പിനെ പുറപ്പെടണം. ഡാഡിക്ക് കുടിക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ ഈ പ്ലാൻ വരക്കൽ തന്നെയാണ് ജോലി. ഒന്ന് നിർത്തും. ഒരു പെഗ് കൂടെ കഴിക്കട്ടെ മോളെ. ഡാഡി ഇന്ന് ഒരുപാട് കുടിച്ചു, ഇനി വേണ്ട. ശ്രീധര, ആരാണെന്ന് നോക്കൂ. ആരാണെന്ന് നോക്ക്.
പീറ്ററിന്റെ കൂട്ടുകാരാണ്. അവർ ചൈനീസ് ഹോട്ടൽ തുടങ്ങാൻ സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഡാഡി ഒരു സഹായിക്കാമെന്ന് പറഞ്ഞുപോയി. മോള് പോയി കിടന്ന് ഉറങ്ങ്. ഡാഡിക്ക് അവരോട് അല്പം സംസാരിക്കാനുണ്ട്. ഒന്ന് ചെല്ലേ. നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? കാര്യങ്ങളൊക്കെ പീറ്റർ പറഞ്ഞു. പക്ഷെ ഈ പരിപാടിക്ക് മൊത്തം സാറിന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയണം. നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. മൊത്തം 50 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നിസ്സാര കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു ശരീരവും മനസ്സുമായി പ്രവർത്തിക്കണമെന്ന് മാത്രം. പ്രവർത്തിക്കാനൊക്കെ തയ്യാറാണ്. 50 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥിതിക്ക് ഞങ്ങൾ ആൾക്ക് 5 ലക്ഷം രൂപ വേണം. അല്ല, സാറെന്താ ആലോചിക്കുന്നത്? വേണമെങ്കിൽ 50-60 ആയിക്കൊള്ളൂ. സമ്മതമില്ലെങ്കിൽ ഞങ്ങൾ വയ്ക്കണം. കമോൺ ഡാർലിംഗ്. ഇരിക്കൂ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. By the way, ഈ കുട്ടിയുടെ പേരെന്താണ്? അഞ്ജു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടത് നീയാണ് കുട്ടി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡാഡി, ഡാഡി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തോ ശങ്കര? എല്ലാം ഡിക്കിലെടുത്ത് വെച്ചിട്ട് മുതലാളി. ഓ ഓ ഓ ഓ 10-200 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളതാ. വേഗം വാ. എക്സ്ക്യൂസ് മീ. ബാറ്ററി ഡൗൺ ആയെന്ന് തോന്നുന്നു. ലൈബ്രറി വരെ ഒരു ലിഫ്റ്റ് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഷുവർ, വിത്ത് ഗ്രേറ്റ് പ്ലഷർ. കയറിക്കോളൂ. താങ്ക്സ്. വെൽക്കം. അപ്പോ ഈ കാറോ? കാർ വർക്ക്ഷോപ്പിൽ നിന്നും ആരെങ്കിലും വിട്ടെടുപ്പിച്ചോളാം. ജസ്റ്റ് മിനിറ്റ്. ലൈബ്രറിയിലേക്ക് ലെഫ്റ്റ് വഴിയല്ലേ പോകേണ്ടത്? എന്താ തിരിക്കുന്നത്? ഇത് കണ്ടോ? ഇതുപോലെ നിന്റെ മുഖത്ത് സ്പ്രേ ചെയ്താൽ? നിങ്ങൾ എന്താ പറയുന്നത്? മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ കേൾക്കൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകൂ. നേരെ പോകൂ. കൺഗ്രാജുലേഷൻ സഞ്ജു. എത്രയും വേഗം നമുക്ക് സ്ഥലം വിടണം. കമോൺ കമോൺ. എങ്കിൽ അവളെ കൂടെ ഈ വണ്ടിയിൽ കയറ്റി സ്പീഡപ്പ്. नमस्ते जी.
नमस्ते नमस्ते। आप कहाँ रहेंगे? शीशमाल में या बड़ा बंगला में? ओ बड़ा बंगला में, फिर गाड़ी उस तरफ ले जाइए साहब। अच्छा अच्छा। എന്താ അയാൾ പറഞ്ഞത്? വലിയ ബംഗ്ലാവിന്റെ ഗേറ്റ് അപ്പുറത്താണെന്ന്. ശങ്കര വാ മോളെ കേറ് കേറ്. കുത്താ ഹെ. മൂപ്പര് കുത്തി അച്ഛ കുത്തി തന്നെയാണ്. മൂർക്കേട്ടെ പട്ടീനോട് കളിക്കണ്ട കേട്ടാ. ये कुत्ता मुझे बहुत पसंद हो। വസന്ത വസന്തും കൃഷ്ണൊക്കെ കയ്യിലിരിക്കട്ടെ. നമ്മള് ഒന്നിച്ച് ജീവിക്കാൻ പോണ ആളല്ലേ, ഒന്ന് പരിചയപ്പെടണ്ടേ. हमारा नाम क्या है? राम सिंह। राम सिंह बेटा, तुम्हारा नाम शंकर, समझे? समझा। समझिല്ല? മനസ്സിലായില്ല? താൻ എവിടുത്തെ ഊർക്കാണല്ലോ? ഊർക്ക അത്ര ഹിന്ദി അറിയില്ല. ദയവാക്കി ഒരു ഉപകാരം ചെയ്യോ? ഞാൻ ഈ കാറും കൊണ്ട് ആ വലിയ ബംഗ്ലാവിന്റെ അടുത്ത് വരാം. നമ്മൾ സാമാനം ഈ ദിക്കുന്ന ഒന്നും എടുത്ത് പക്കണോ? അങ്ങനെ ഒരു ഉപകാരം ചെയ്യോ? വാ മോള് വാ 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 കേറി കേറി. എങ്ങനെ ഉണ്ടമ്മ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ കൊള്ളാം. എനിക്ക് ഗൂർക്കെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം. ആ അത് നിനക്ക് തോന്നുന്നത്. യജമാന സ്നേഹത്തിൽ പട്ടിയെപ്പോലും തോൽപ്പിക്കുന്ന വർഗമായവരുടെ. ആ അതൊക്കെ പോട്ടെ, നീ വാതിൽ തുറക്ക്. ഈ കാടും മലയും താണ്ടിയുള്ള യാത്രയുണ്ടല്ലോ, മനുഷ്യനെ തളർത്തിക്കളഞ്ഞു. ഒന്ന് കുളിച്ചിട്ട് 2 സ്മോൾ അടിച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ നോക്കട്ടെ. ഇന്ന് എഴുതണ്ടേ കേട്ടോ? നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണാം. ഇവിടെ എന്ത് പുല്ല കാണാനുള്ളത്? വരുമ്പോ കണ്ട കാടും മലയും വെള്ളച്ചാട്ടവും ഒക്കെ തന്നെ കാണാനുള്ളത്. ഇനി ഒരു മാസം ഇല്ലേ? നാളെ എഴുതാം. നോക്കൂ, ഇതൊക്കെ ഇഷ്ടമാകും. ശരി ശരി വാ. എന്താണ്? എന്ത് പറ്റി? പെട്രോൾ ഇല്ല. ആ പെട്രോൾ തീർന്നു പോയാലും സാരമില്ല. കാടിവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇറങ്ങി. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനൊരു ബംഗ്ലാവ് കിട്ടാൻ അയാൾക്ക് എങ്ങനെ തോന്നി? ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് എനിക്ക്. മനുഷ്യന് സ്വൈരമായിട്ടൊന്ന് ജോലി ചെയ്യാമല്ലോ. ഒരുത്തിന് ഇവിടെ കടന്നു വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 25-30 കിലോമീറ്റർ ഈ കാട്ടിനകത്തൂടെ യാത്ര ചെയ്തിട്ട് വേണം വരാൻ. അതുകൊണ്ട് ആരും അന്വേഷിച്ചു വന്ന് ശല്യം ചെയ്യത്തില്ലെന്ന് ഉറപ്പ്. അപ്പോഴേ അമ്മച്ചി ഒന്നങ്ങ് മാറി കിടന്നാട്ടെ. ഇന്ന് പകൽ മുഴുവൻ നിന്നെയും കൊണ്ട് ചുറ്റും ഒരു വക എഴുതാൻ പറ്റിയില്ല. ഞാനെന്തെങ്കിലും എഴുതാൻ നോക്കട്ടെ. ഇപ്പൊ വേണ്ട കേട്ടോ. ആ നിനക്കത് പറഞ്ഞാ മതി. ഇക്കൊല്ലം തന്നെ ഇവനെ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ എനിക്ക് ഇവനെ ഈ വർഷത്തെ അവാർഡിന് അയക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു അവാർഡ്.
ടൈഗർ 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 എവിടെ പോയി കാണുന്നില്ലല്ലോ. ടൈഗർ സാറെന്നെ വിളിച്ചോ? നിന്നെ അല്ലടാ, ഞാൻ നമ്മുടെ പട്ടിയാണ് വിളിച്ചത്. പട്ടീനെയാണല്ലേ? അവൻ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. സാറ് മോർണിംഗ് വാക്കിന് പോകുന്ന പോലെ ദൂർക്ക പട്ടീനും കൊണ്ട് മോർണിംഗ് വാക്കിന് പോയിട്ടുണ്ടാവും. നീ ഒന്ന് പോയി നോക്കിട്ട് വാ. സാർ പറമ്പായ പറമ്പ് കൂടെ നോക്കി കൂർക്കരി കാണുന്നില്ല, ടൈഗറി കാണുന്നില്ല. ആ ഗൂർക്കർ വരെ ഉണർന്നു കാണില്ല. നീ അവനെ പോയി വിളിച്ചോണക്ക്. ഓ, ഈ ടൈഗർ എവിടെ പോയി? കൂർക്കട്ടാ കൂർക്കട്ടോ കൂർക്കട്ടാ കൂർക്കട്ട് കൂർക്കട്ടോ സമയത്ത് കൂർക്കട്ട നല്ല സോനയല്ലേ കൂർക്കട്ടോ? കൂർക്കായതുകൊണ്ട് അതോളം കൂർക്കം വലിച്ചുറങ്ങാണല്ലേ, നല്ല സുഖം. ആണല്ലാത്ത വാതിലും തുറന്നാ വക്കൂക്കിലിരിക്കുന്നു. ഫാനിലടിക്കുന്നോ നോക്കിട്ട് ഇവിടെ പോയി കുറുകാൻ. കലേ, ഞാൻ സംശയിച്ചത് ശരിയായി. നമ്മുടെ രണ്ട് തോക്കുകളും കാണുന്നില്ല. ആ ഗൂർക്ക നമ്മുടെ തോക്കുകളെടുത്ത് പട്ടിയെയും കൊണ്ട് കടന്നു കളഞ്ഞായിരിക്കും. എനിക്ക് പേടിയാവുന്നു. ഇനി ഇവിടെ താമസിക്കണ്ട, നമുക്ക് പോകാം. അയാളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞില്ല അവനൊരു കള്ളനാണെന്ന്. നീ പേടിക്കാതിരിക്കുക കലേ, നമുക്ക് ഫോൺ ചെയ്ത് പോലീസിൽ വിവരം അറിയിക്കാം. ഇന്ത്യ അറിയില്ലല്ലോ. നിങ്ങൾ എവിടെ പോയി കിടക്കാണ്? ഊർക്കട്ടോ, ഊർക്കപ്പറ്റേട്ടോ? ടെലിഫോൺ കൊണ്ട് ആരോ മുറിച്ച് നാശാക്കി വെച്ചിരിക്കുന്നല്ലോ. ലൈനും കിട്ടുന്നില്ലല്ലോ. ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മൾ ഫോണിന്റെ കമ്പി ആരോ മുറിച്ചോണ്ടിരിക്കും. എന്റെ ഈശ്വര, ഇനിയിപ്പോ എങ്ങനെ പോലീസ് വിവരം അറിയിക്കാം? 10-25 മൈൽ യാത്ര ചെയ്യണമല്ലോ. ഏതായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. നീ പോണം നോക്കോ, ഞാനിപ്പോ വരാം. വാ. വണ്ടി എന്തോ സ്റ്റാർട്ട് ആകുന്നില്ല. നീ ഒന്ന് നോക്കിയേ. സാറേ, ഇതിന്റെ പ്ലഗ് വയർ ആരോ ഊരിക്കൊണ്ടുപോയല്ലോ. പ്ലഗ് വയർ ഊരിയിരിക്കുന്നു. ആര്? നീ ആ വണ്ടി ഒന്ന് നോക്കിയേ. നമ്മുടെ ടൈഗർ ഗൂർക്ക കട്ടുകൊണ്ട് പോയതാണോ? അല്ല മോളെ. പിന്നെന്താ കാണാത്തെ? ഈ ഡാഡി എവിടെ പോയതാ? ഡാഡി ഇപ്പൊ വരും മോളെ. അവിടെ ആരാ കരയുന്നത്? മോക്ക് പേടിയാവുന്നു. ആ മോളെ. സാറേ, ഇതിന്റെ പ്ലഗ് വയർ ആരോ ഊരിക്കൊണ്ടുപോയി. ശങ്കര, ആരവിടെ കരയുന്നു? നീ വാ. സാറേ, ചേട്ടാ, മോൾ ആരും കരയുന്ന ശബ്ദം കേട്ടു. ഞാനും കേട്ടു. വാ, നമുക്ക് നോക്കാം. ഇവിടെ ഇറങ്ങി വാ നീ. നിങ്ങളാരാ? എന്തിനോട് വന്നു? പറയൂ. ചുമ്മാ ബഹളം വെക്കാതെ പറയാം. ഹലോ. പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. എല്ലാം സാവകാശം പറഞ്ഞാലേ മനസ്സിലാവും. ധൃതി കൂട്ടരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ? കമോൺ മിസ്റ്റർ, കമോൺ. Sit down, mister. Sit down.
എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തായാലും എന്റെ അർത്ഥം? ഓ, ഐ ആം സോറി. അർത്ഥം പറഞ്ഞു തന്നില്ല അല്ലേ? പറഞ്ഞുതരാം. എക്സ്പോർട്ടർ രാജ്യം മുതലാളി അറിയോ? അങ്ങേരുടെ ഏക മകളാണ് ഇവൾ. ഇവളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് എന്റെ വീടാണോ നിങ്ങൾക്ക് ഇവിടെ ഒളിപ്പിച്ചു വെക്കാൻ കിട്ടിയ സ്ഥലം? സുരക്ഷിതമായ ഒരു സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, നിങ്ങളെ കൊണ്ട് വളരെ നിസ്സാരമായ ഒരു കാര്യം എനിക്ക് സാധിക്കാനുമുണ്ട്. നിങ്ങൾ രാജ്യം മുതലാളിയുടെ അടുക്കൽ പോയി ഒരു 50 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് വരണം. ഇവളുടെ ജീവനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് കോടീശ്വരനായ രാജ്യം മുതലാളിക്ക് വളരെ തുച്ഛമാണെന്ന് എനിക്കറിയാം. ഇല്ല, ഞാൻ പോവില്ല. ഇത്ര ഏർപ്പാടിനൊന്നും എന്നെ കിട്ടില്ല. ഡോണ്ട് ബി സോ സില്ലി മിസ്റ്റർ MD. നിങ്ങൾ പോകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നായയ്ക്കും ഗൂഖയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ കണ്ടുപിടിന്റെ ഗേറ്റ് ആയി സർ. ഗേറ്റ് ഇതല്ല കുഞ്ഞെ, ദാ കാണുന്നു. കമോൺ. Come on, go. Get inside. Oh. Come on. കാണിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്കിക്കോ. പീറ്റർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. വല്ലാതെ ദാഹിക്കുന്നു. എന്ത് ദാഹിക്കുന്നില്ലല്ലോ? ഞാൻ ആകെ തളർന്നു. തളർന്നെങ്കിൽ അവിടെ ഇരുന്നു. പറ്റേ ആ പട്ടിയെ കൂടെ അതിന് മൂടിയേക്കാം. പട്ടിയെ വേറെ കുഴിയിലിട്ട് മൂടാം. ചത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടിയും മനുഷ്യനെല്ലാം ഒരുപോലാണ്. അതുകൊണ്ട് എനിക്കിവന്മാരെ ഭയമാണ്. ആ അനുഭവം നിങ്ങളുടെ ഭാര്യയ്ക്കും ഈ പിഞ്ചു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചെല്ലു. ഇത്രയും വലിയൊരു തുക അദ്ദേഹം എന്റെ കയ്യിൽ തന്നയച്ചില്ലെങ്കിലും എത്ര തുക വേണമെങ്കിലും എനിക്ക് വേണ്ടി എന്റെ ഡാഡി തരും.
സാറ് ധൈര്യമായി പോണം. ഒരു ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇതേക്കുറിച്ച് ചിന്തിക്കാനും ഒരു തീരുമാനമെടുക്കാനും. ആ, നാളെ കാലത്ത് നിങ്ങൾ പോണം. നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, യു ആർ നോട്ട് എ ഫൂൾ. ഐ നോ. ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവാണ് നിങ്ങൾ, അതുപോലെ കുഞ്ഞിനോട് സ്നേഹമുള്ള ഒരു അച്ഛനും. ഐ ബിലീവ് യു. യു കൻ ഗോ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന തോക്കുകൾ രണ്ടും ദാ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇനി ഞങ്ങൾ പറയുന്നതനുസരിക്കുന്നതാണ് ഭംഗി. ഈ തെമ്മാടികളുടെ ഇടയിൽ എന്നെ മോളെ ഇട്ടേച്ചിന് എവിടെയും പോവല്ലേ ചേട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ പറയേ. ദയ എന്തെന്നറിയാത്തവരാണവർ. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ചേട്ടൻ ചെന്നിട്ട് അതിന് പണം തന്നില്ലെങ്കിലോ ചേട്ടാ? പണവും കൊണ്ടല്ലാതെ തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ ഭയമാകുന്നു. ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും പണം വാങ്ങിച്ചോണ്ട് വരും. ഞാൻ വരുന്നത് വരെ നിങ്ങൾ ധൈര്യമായിരിക്കൂ. ഓക്കെ അഞ്ജു? ഓക്കെ. എന്ത് തീരുമാനിച്ചു? ഞാൻ തയ്യാറാണ്. ഗുഡ്. രവി, നടക്ക. നീ എങ്ങോട്ടാ? ഷാർ. കൂടുതൽ ബുദ്ധിമാനാകാൻ ശ്രമിക്കരുത്. എല്ലാം പറഞ്ഞ പോലെ. അല്ലെങ്കിൽ അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. ഡാഡി എപ്പോ വരും? ഡാഡിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഡാഡിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മറ്റന്നാൾ രാവിലെ 10:30 മണിക്ക് വരും. പോയിക്കോ. ഡാഡി അതൊന്നും ഇഷ്ടം വേണ്ട. ആദ്യം കാശ് കൊണ്ടുവാ. ഡോണ്ട് ബി സോ സെന്റിമെന്റൽ. ബൈ ബൈ. ആ പാവത്തിനൊന്നും ചെയ്യരുതേ. നിങ്ങൾ വെപ്രാളപ്പെട്ടതുകൊണ്ട് യാതൊന്നും നേടാനാവില്ല. നിങ്ങളുടെ മകൾ സാധാരണയായി എവിടെല്ലാം പോകുന്നു, ആരെല്ലാമായി ബന്ധപ്പെടുന്നു, ഈ സകല വിവരങ്ങളും ഞങ്ങൾക്കറിയണം. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കൂട്ടുകാരൊക്കെയാണെന്നും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ അതാരാണെന്ന് ഞങ്ങളോട് പറയണം. ഞാൻ ആരോടൊക്കെ പറയണം? സബ് ഇൻസ്പെക്ടർ മുതൽ IG വരെയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അതേ CID ഇൻസ്പെക്ടർമാർ വന്നിരിക്കുന്നു എന്റെ മോളുടെ ജാതകം നോക്കാൻ. 40 മണിക്കൂറായി എന്റെ മോളെ കാണാതായിട്ട്. നിങ്ങൾക്ക് അവളെ കണ്ടുപിടിച്ചാലും സാധിക്കുമെന്നാണ് എനിക്കറിയുന്നത്. മിസ്റ്റർ, നിങ്ങൾ ഞങ്ങളോട് ചൂടായതുകൊണ്ട്. ഹലോ, അതെ അതെ. മോളെ കുറിച്ചോ? വേഗം വരൂ. ശരി സാർ, വിടാം. ആരാണ്? എന്റെ മകളെ കുറിച്ച് വിവരം അറിയാവുന്ന ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് വളരെ നയപരമായി ചെയ്യേണ്ട കാര്യമാണ്.
ഞാനാണ് രാജമുതലാളി. എനിക്ക് രഹസ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ, ഞാനിപ്പോ വരാം. അങ്ങേരെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആരാണെന്നറിയാമോ? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ഏതായാലും അയാളുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് ശേഖരിക്കാം. ഈ പണം കൊടുത്താലും എന്റെ മകളെ വിട്ടുകിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഏതായാലും രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കിട്ടില്ല. എന്റെ മകളെക്കാൾ വലുതല്ല എനിക്ക് പണം. ശരി, നിങ്ങൾ കിടന്നുറങ്ങും. നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ശരി സർ. നിങ്ങൾ ആരാണെന്നുള്ള വിവരം പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങളോട് പറയില്ലെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതിനു ശേഷം ഞാനിവിടെ വരും. എന്നെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ശരി. അയാളുടെ ലക്ഷണം കണ്ടിട്ട് ഒരു ഗാംഗിൽ പെട്ടവനാണെന്ന് തോന്നുന്നില്ല. മകളെ വിട്ടുകിട്ടുന്നതിന് എത്ര രൂപ ചോദിച്ചു? 50 ലക്ഷം രൂപ ചോദിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാ? എന്റെ സർവസ്വം എന്റെ മകളാണ്, ഞാൻ കൊടുക്കാവുന്നത്. രൂപ കൊടുത്താലും അപകടം ഒഴിവാക്കിയെന്ന് കരുതല്ല. പണം കിട്ടുമെന്ന് കണ്ടാൽ കൂടുതൽ വാങ്ങാനും ശ്രമിക്കും. ഇവന്മാരുടെ വികൃതികളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ഏതായാലും ഞങ്ങൾ അയാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സഹായിച്ച് ദ്രോഹിക്കരുത്. എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയവര് ഈ മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞിന്റെയും ജീവൻ പണയം വാങ്ങിച്ചുകൊണ്ടാണ് ഇയാളെ ഇങ്ങോട്ട് അയച്ചത്. എന്റെ പണം പോയാലും വേണ്ടില്ല, മോളെ തിരിച്ചു കിട്ടിയാൽ മതി. ഇയാളെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയുള്ളൂ. ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ. നിങ്ങൾ പോലീസുകാരാണ്. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നിങ്ങൾ എന്തിനാ ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നത്? ആ കൊച്ചിയുടെ തുറക്കുന്ന കണ്ടില്ലേ? കൊണ്ടു കിടത്ത്. മോളെ വാ മോളെ. മോളെ എനിക്ക് അവളോട് ഇരുന്നോട്ടെ. പോയി കിടക്ക്. അവളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മോളെ നീയും കൂടെ പോ. എന്തിനാ എല്ലാരും കൂടെ ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നത്? നിങ്ങളവിടെ ഉറങ്ങിക്കോളൂ. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും ഒരാളെ വിളിക്കാം. ശരി പറഞ്ഞു, ശരിയാ. അഞ്ജു, നീ അവിടെ കിടന്നുറങ്ങ. പീറ്ററേ, പീറ്ററേ, നേരെ ചൂടെ കിടന്നുറങ്ങ. നീ കിടന്നുറങ്ങിക്കോ. നീ എവിടെ പോവാ? ഉണങ്ങ. നീ എങ്ങും പോകണ്ട, ഇവിടെ കിടന്നുറങ്ങിയാ മതി. ഞാൻ കാരണം ചേച്ചിയും കുടുംബവും എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. ചേട്ടൻ ചെന്നിട്ട് നിന്റെ ഡാഡി പണം കൊടുക്കാതിരുന്നാലോ എന്നാണ് എന്റെ പേടി. അക്കാര്യത്തിൽ ചേച്ചി ഒട്ടും സംശയിക്കണ്ട. എനിക്ക് വേണ്ടി എന്റെ ഡാഡി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ്.
കുട്ടിയുമായി ഒന്ന് പുറത്തേക്ക് പോകണം. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഇവളെ ഒന്ന് ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് ഇവളുമായിട്ട് നിങ്ങൾക്കെന്താ കാര്യം? ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കായാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം ഒരു കുട്ടിയെ പ്രസവിച്ച് നിങ്ങൾക്കറിയില്ല. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. കം ഓൺ ഡാർലിംഗ്. പോകരുത് ഇവിടെ. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആദ്യം ഞാൻ നിന്നിൽ നിന്ന് തുടങ്ങും. മാറി നിൽക്ക്. മാറി നിൽക്കാൻ. എന്നാൽ നിന്നെ തുടങ്ങിക്കളയാം. അപ്പോ നിനക്കാണല്ലേ ആദ്യ ആവശ്യം. നീ ഒരു ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ആ കുട്ടിയെ കൂടെ കൊണ്ടുപോയിക്കുള്ളൂ. വെറുതെ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? എന്ത് തെമ്മാടിത്തരാണ് നീ കാണിക്കുന്നത്? ഇതിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. വിടാ പെൺകുട്ടിയെ. പ്രായമായ നിങ്ങൾക്ക് ചെറുപ്പക്കാരുടെ വികാരങ്ങൾ മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചതൊന്നും ഇതുവരെ നടപ്പിലാക്കാതെ ഇരുന്നിട്ടില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. മര്യാദ. മേലെ മുമ്പ് ബഹളം കേൾക്കുന്നു സാർ. സാർ ഇവിടെ ആരും കാണുന്നില്ല. അതെ സാർ. നിങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഇവനും എന്റെ പാട്ടിന് വിട്ടേ. നമ്മൾക്ക് ഈ ബിസിനസ് യാതൊരു പങ്കുമില്ല. പറഞ്ഞു കൊറ നിന്റെ ബോസിനോട് ഞാൻ ആരാണെന്ന്. ഈ റാസ്കൽ ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നത് ഞാൻ നോക്കി നിൽക്കുന്നതാണ് നീ പറയുന്നത്. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. ഇവളുടെ മാൻ രക്ഷിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ പണത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. പണത്തിന് വേണ്ടി മാത്രം. നമ്മൾ തമ്മിൽ തല്ലി ഈ 24ാമത്തെ മണിക്കൂറിൽ എല്ലാം കുട്ടിച്ചോറാക്കരുത് സാറേ. ഇവൻ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാവൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവനൊരു കാര്യം വിചാരിച്ചാൽ ജീവനുണ്ടെങ്കിൽ അത് നടത്തിയിടണം. സാർ വരൂ. വരണം സാർ. ഞാനല്ലേ പറയുന്നത്. വരൂ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. വരൂ സാർ. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നീ ഓടിപ്പോകാൻ ശ്രമിക്കുകയാണല്ലേ മണ്ടിപ്പെണ്ണ്. എന്നെ നശിപ്പിക്കരുത്. നിന്നെ ഞാൻ നശിപ്പിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നതനുസരിച്ച്.
അഞ്ജലി, അതെ, അഞ്ചു തന്നെ. ഗെറ്റ് അപ്പ്. Come on. നീ എന്നെ ഇങ്ങനെ അപമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ ഉടൻ പുറപ്പെടണം. എത്രയും വേഗം എന്റെ മകളെ കാണാൻ ധൃതിയെ. ശരി. രാജമലാളി, നിങ്ങളിൽ നിന്ന് ഈ കപട നാടകം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് മകൾ നഷ്ടപ്പെട്ടാലും പണം നഷ്ടപ്പെടരുതെന്നേ ഉള്ളൂ. എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാവുന്ന ഒരു പരീക്ഷണത്തിനും ഞാനില്ല. എന്റെ പിന്നാലെ രഹസ്യ പോലീസിനെ അയക്കാനായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ പണം എനിക്ക് തന്നു? ഈ പണം എനിക്ക് പുല്ലാണ്. പണം കൊടുത്തതിന് ശേഷവും എന്റെ മകളുടെ നില അപകടത്തിലാവാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലായിരുന്നു അത്. രാജമലാളി, നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കതിൽ വേവലാതിയില്ല. എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കുന്നതാണ് എനിക്ക് മുഖ്യം. എന്റെ മകളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. ഈ പണം കൊടുത്താൽ അത് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. സംശയിക്കണ്ട. പോലീസ് നിങ്ങളുടെ പുറകെ വരില്ലെന്ന് ഞാൻ ഉറപ്പു തരും. ഇനിയും അയാളെ പിന്തുടർന്നാൽ അയാൾ ആ സ്ഥലത്തേക്ക് പോവില്ല. തന്നെയുമല്ല, വിജിയുടെ അച്ഛൻ ഞാൻ അയാളെ പിന്തുടരുമെന്ന് കരഞ്ഞു പറയുകയും ചെയ്തു. ഇനി എന്താണ് ഒരു മാർഗം? അമ്മേ, സമയം കുറെയായി. അഞ്ചു, അവനെ വിളിച്ചിരുന്നേപ്പിക്കേ. ചേട്ടാ, ചേട്ടാ, പീറ്റർ, അവന്റെ ഈ പോക്ക് കുഴപ്പങ്ങൾ വരുത്തി വെക്കും. സാറ് സമാധാനമായിട്ടിരിക്കൂ. അഞ്ചു, നീ അവനെ പോയി ആശ്വസിപ്പിക്കൂ. ചെല്ലു. സ്ഥിരം കേടികൾ ആരെങ്കിലും സ്ഥലം വിട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് എനിക്ക് ഉടനെ വിവരം തരണം. യെസ് സാർ. പോവൂ. ചേട്ടനോട് പിണക്കമാണോ? നീ എന്നെ ഇങ്ങനെ അപമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സത്യത്തിൽ
ചേട്ടൻ എന്നെയല്ലേ അപമാനിച്ചത്? ഞാൻ ആ പെണ്ണ് പിടിക്കുന്നതുകൊണ്ട് നിനക്കെന്ത് അപമാനമാണ് വരാനുള്ളത്? ഞാൻ കൂടെ ഉള്ളപ്പോൾ എന്റെ ചേട്ടൻ മറ്റു പെണ്ണുങ്ങളോട് പോകുന്നത് ശരിയാണോ? എന്താ നീ എന്റെ ഭാര്യയാണോ? ചേട്ടനെ കണ്ടുമുട്ടി അന്നു മുതൽ ചേട്ടന്റെ ഭാര്യ ഞാനാണെന്നുള്ള വിചാരം എനിക്കുണ്ടായി. ചേട്ടന് വേണ്ടി മാത്രമാണ് ഒരു പെണ്ണായ ഞാൻ എല്ലാ തമ്മാടിത്തരത്തിലും കൂട്ടു നിൽക്കുന്നത്. നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെ എന്തിന് എന്റെ ചരിത്രം നശിപ്പിച്ചു? ആ, അതിന് നീ തന്നെ എന്നെ പ്രേരിപ്പിച്ചു. എന്നിട്ടിപ്പോ കുറ്റം എന്റെ മേൽ ചേരാൻ നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ആരൊക്കെ എതിർത്താലും ആ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. നിനക്കെന്നെ ശരിക്കും അറിയാലോ അല്ലേ? അവന്റെ അമ്മയെ ശരിക്കൊന്ന് വിരട്ടിയപ്പോഴാണ് ഡൊമിനിക് മുതലാളിയുടെ വീട്ടിൽ പോയ വിവരം അറിയാൻ കഴിഞ്ഞത്. ഡാഡി പോയിട്ട് 3 ദിവസം കഴിഞ്ഞു, ഒരു വിവരവുമില്ല. മുതലാളി വീട്ടിൽ ഫോൺ കൂടി ചെയ്തില്ലല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. എവിടെ പോയാലും ദിവസം 2 പ്രാവശ്യം എനിക്ക് ഫോൺ ചെയ്യും. ആ പീറ്ററും കൂട്ടിന് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തൊക്കെയോ കുഴപ്പം കാണുമെന്ന്. മിസ്റ്റർ ഡൊമിനിക് ഇല്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയിരിക്കാണ്? എന്താ കാര്യം? നിങ്ങൾ ആരാ? ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പരിഭ്രമിക്കാനൊന്നുമില്ല. ആട്ടെ, ആ പീറ്റർ ഇവിടെ വന്നിരുന്നു. അയാളെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നു. വന്നിരുന്നു. പീറ്ററെ കുറിച്ച് എവിടെ എന്തിനു അന്വേഷിക്കണം? പീറ്റർ അല്ലാതെ അവന്റെ കൂടെ മറ്റാരെങ്കിലും വന്നിരുന്നു? ഒരു അലവലാതി പെണ്ണും റൗഡിയെ പോലെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആ, അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. കുട്ടിയിരിക്കും. അവരുടെ കൂടെയല്ലേ കുട്ടിയുടെ ഡാഡി പോയത്? അതെ. ആട്ടെ, എങ്ങോട്ടാണ് പോയെന്നറിയാമോ? അവർക്കൊരു ചൈനീസ് ഹോട്ടൽ തുടങ്ങാൻ സ്ഥലം അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചൈനീസ് ഹോട്ടലോ? കൊള്ളാം. എന്താ സാർ എന്റെ ഡാഡിക്ക്? ഇല്ലില്ല, ഡാഡിക്ക് ഒന്നും സംഭവിക്കില്ല. 3 ദിവസമായി ഒരു വിവരമില്ല സാർ. എന്റെ ഡാഡി എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഞങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞങ്ങൾ അന്വേഷിച്ച് വിവരം അറിയിക്കാം. അതുവരെ സമാധാനമായിരിക്കും. ചായക്ക് 40 പൈസ കൂടുതലാണ്. ഹലോ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ നിങ്ങൾക്കറിയാമോ? ഇയാളെ സാറിന് അറിഞ്ഞൂടെ? സുപ്രസിദ്ധ സാഹിത്യകാരൻ MD അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ മുതലാളിയുടെ അപകടമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയാണെന്ന് പറയണം. ആരും അറിയരുതെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് സാർ ഞാൻ പറയാതിരുന്നത്. ഏതായാലും ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം സാർ. അദ്ദേഹം കൊളത്തുപുഴയുള്ള ഹെരിഫോർഡ് എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്. ഹലോ ഹലോ, രാജമുതലാളിയല്ലേ? ആ, നിങ്ങളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ടുപോയ ആൾ ആരാണെന്നറിയാമോ? സുപ്രസിദ്ധ സാഹിത്യകാരനായ MD ചന്ദ്രശേഖരൻ നായരാണ്. അവാർഡ് കിട്ടിയ ആളാണോ? അതെ, അയാളിപ്പോൾ സ്വസ്ഥമായി ഇരുന്നൊരു നോവൽ എഴുതാൻ വേണ്ടി കുളത്തൂപ്പുഴയിലുള്ള എലിഫോർഡ് എസ്റ്റേറ്റിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. ആ, നിങ്ങളുടെ മകളും അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടോ? ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. നിങ്ങൾ സമാധാനമായിരിക്കും. കാലത്ത് 10:30 വരേണ്ട ആളെ പാതിരാത്രിയായിട്ടും കാണുന്നില്ലല്ലോ. അവസാനം നമ്മളെ പോലീസിൽ കുരുക്കാനുള്ള വല്ല പ്ലാനും അയക്കുണ്ടാകുമോ? ചേച്ചേ, അതുണ്ടാവില്ല. അതിനുള്ള ജാമ്യം നമ്മുടെ കയ്യിലുണ്ടല്ലോ. മാത്രവുമല്ല, ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ള പ്ലാനുകൾ ഒന്നും തെറ്റിയിട്ടുമില്ല. Hi, come on. മോനെ, മോനെ, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ MD.
നിങ്ങൾ ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ ഇതാ ഈ പെട്ടിയിലുണ്ട്. ഇനി നിങ്ങൾക്ക് പോകാമല്ലോ. ഈ കുട്ടിയെ ഞാൻ തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് ഞാൻ അവളുടെ അച്ഛന് വാക്ക് കൊടുത്തത്. അതിനു മുൻപ് ഒന്ന് പരിശോധിക്കൂ പീറ്റർ. വേണ്ട, പണം ഞാൻ എണ്ണിയതാണ്. പണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പാവം, തോക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്കിൽ ഇനി സമയം കളയണ്ട, നമുക്ക് പുറപ്പെടാം. വാ മോളെ. ഇവളെ നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? പണം കിട്ടിയാൽ ഇവളെ വിട്ടയക്കാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നു. ആ ഉറപ്പ് നിങ്ങൾ ലംഘിക്കരുത്. ഏയ്, ഉറപ്പൊന്നും ലംഘിക്കുന്നില്ല. തൽക്കാലം ഞങ്ങളുടെ സുരക്ഷയ്ക്കായി ഇവരെ കൂടെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇനിയും ഈ കുട്ടിയെ ഉപദ്രവിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവൾക്ക് കൂട്ടിനായി നിങ്ങളുടെ ഭാര്യയെയും മകളെയും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എന്താ പോരെ? ഇല്ല, എന്റെ ജീവൻ പോയാലും ഞാനതിന് സമ്മതിക്കില്ല. മിസ്റ്റർ, അപകടം ഒഴിവായെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ ആ നിമിഷം ഞങ്ങൾ ഇവരെ വിട്ടായി. പോലീസ് ഞങ്ങളെ പിന്തുടരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇപ്പോൾ മനസ്സിലായോ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന്? ഇനി നിങ്ങൾ മരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഭാര്യ തീരുമാനിക്കട്ടെ. ഇല്ല, തോക്ക് കാട്ടി എന്നെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സാറേ, സാറേ, ഒരു പൊട്ട് സാറേ, സാറേ, എംഡി സാറേ, സാറേ, എന്റെ ഈശ്വര, കൊച്ചിനെയും കൊച്ചിനെയും ആ ദുഷ്ടന്മാർ കൊണ്ടുപോയി. എന്റെ സാറാളെ കണ്ടു തുറക്കുന്നില്ലല്ലോ. അയ്യോ സാറേ, എന്റെ പൊട്ട് സാറേ, 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 അയ്യോ എന്റെ സാറ് സാറേ, നിങ്ങൾ ആരാണ്? പറയാം. മനസ്സിലായില്ലല്ലോ. ആ പെൺകുട്ടിയെ കൊണ്ടുപോയ കൂട്ടത്തിൽ MD-യുടെ ഭാര്യയും കുട്ടിയും കൂടി അവർ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നിങ്ങളാണ് ചെയ്തതല്ലേ? അല്ല, പിന്നെ ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സാണ്. സാറേ, എന്റെ എംപി സാറിനെ ആ ദുഷ്ടന്മാരെ ഒരുപാട് വർദ്ധിച്ചു. എന്റെ സാറിന് ബോധമില്ലാതെ എന്റെ പൊന്നു സാറേ. ഏതായാലും നിങ്ങൾ വിഷമിക്കണ്ട. ഓ ഓ നമുക്ക് MD അവിടെ നിന്ന് മാറ്റിക്കിടത്താം. ഓ Come on. നിങ്ങൾ ഇവിടെയും വന്നു. MD, നിങ്ങൾ എനിക്ക് വിശ്രമിക്കാനാവില്ല. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണം. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ഡൊമിനിക്കാണുള്ളത്. അവനൊരു പഴയ കവർച്ച സംഘത്തിന്റെ നേതാവാണ്. പോലീസ് വലയം ഭേദിച്ച് അവൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. മാറി നിൽക്ക്. നിങ്ങളുടെ പോലീസ് വലയത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നിങ്ങൾ അത്ര കങ്കേവന്മാരായിരുന്നെങ്കിൽ ഈ 10-100 മൈൽ താണ്ടി ആ പെൺകുട്ടി അവരോട് കൊണ്ടുവരില്ലായിരുന്നല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഇന്നലെ രാത്രി തന്നെ അവളെ എന്റെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയതല്ലേ? പറയൂ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മകളും 50 ലക്ഷം രൂപയുമാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭാര്യയും മകളുമാണ്. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ മകളടക്കം എല്ലാവരെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഈ പേന പിടിച്ച് എഴുതുന്ന ആൾ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനും? എന്റെ മോള്. നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ഒന്നും ആവില്ല. ഞങ്ങളൊന്ന് വിശ്വസിക്കൂ. നിങ്ങളെ വിശ്വസിച്ച് വെച്ചാൽ ഞാൻ ഈ ഗതിയിലായത്. എന്നാ നിങ്ങളെ വിശ്വസിക്കണ്ട. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങൾക്കറിയാം. കാല് വേദനിക്കുന്ന അമ്മേ. അമ്മ എടുത്തു. ചേച്ചി തളർന്നിരിക്കില്ലേ? ഞാൻ എടുത്തോളാം. വാ മോളെ. വേണ്ട, നീ എടുക്കണ്ട. നീ അതിനേക്കാൾ തളർന്നിരിക്കുകയല്ലേ? ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ വാരി വരില്ല. വെച്ചോ.
കുറച്ച് വെള്ളം വേണം. കുട്ടി ദാഹിച്ചു കരയുന്നു, കുറച്ച് വെള്ളം തരൂ. കിടന്നുറങ്ങാൻ പറഞ്ഞാൽ മതി. ഉറങ്ങി എണീക്കുമ്പോ ദാഹമൊക്കെ തനിയെ മാറിക്കോളൂ. കൂടെ കൂടെ തരാൻ മാത്രം വെള്ളമൊന്നും എന്റെ ഇല്ല. അമ്മേ, കുറച്ച് വെള്ളം താ അമ്മേ. കുറച്ച് വെള്ളം തരുമോ? അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നു? കുട്ടിക്ക് കൊടുക്കാനാ. കുട്ടിക്കും തള്ളയ്ക്കും. നീ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നത്. വയ്ക്കോ. കുടിക്കും മോളെ. അങ്ങനെ ഇപ്പൊ കുടിക്കണ്ട. ഓ, അവള് ചോദിച്ചപ്പോ കൊടുത്തു വെള്ളം. സാറേ, എന്റെ അമ്മ സുഖമില്ലാതെയാണ്. എനിക്ക് വെറുതെയുള്ളവർക്കൊക്കെ വേഗം തരാം. വീട്ടിൽ പോകണം. നിനക്ക് ഷെയർ വേണം അല്ലേ? ധൃതിയാണെങ്കിൽ തന്നേക്കാം. സാറേ, ഒരല്പം ധൃതി എനിക്കുണ്ട്. ആദ്യം എനിക്ക് തന്നെ. ഓഹോ, നിനക്കാണ് ധൃതിയല്ലേ? നിനക്ക് തന്നെ തന്നേക്കാം. നീ ഇതും ഇതിന്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. വെക്കണോടി. എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ. എവിടെ പോകുന്നു? നടക്ക്, നടക്കടി. രവി, നമുക്കിവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാം. നടക്കൂ.
ഒന്ന് നിൽക്കേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എനിക്ക് നിന്റെ വേദമൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് ചേട്ടനൊന്ന് കേൾക്ക്. നാളെ രാവിലെ തന്നെ പീറ്ററും നീയും നിങ്ങളെ ഷെയറും വാങ്ങിയ കുട്ടിയെ നല്ല കൊണ്ട് സ്ഥലമിട്ടോളാം. അപ്പോ ചേട്ടനോ? ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്നില്ല. ആരും അറിയാത്ത എവിടേക്കെങ്കിലും പോവാണ്. ആ പെണ്ണിനെയും കൂട്ടിയല്ലേ? അതെ, ഞാൻ നിനക്കെല്ലാ നന്മയും നേരുന്നു. പീറ്റർ, എന്താ അഞ്ജു? ഞാനിവിടെ കിടന്നോട്ടെ? കിടന്നോളൂ. താങ്ക്സ്. അഞ്ജു, എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? രവിക്ക് എന്ത് തോന്നുന്നു? തോന്നാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ പീറ്റർ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അനാവശ്യമായി ഞങ്ങൾ തമ്മിൽ തെറ്റാനുള്ള അവസരം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. പീറ്റർ, അഞ്ജു നല്ലവളാണ്. നിന്നെ അവള് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. നിനക്ക് വേണ്ടി അവൾ ജീവൻ തരും. എടാ, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവൾ അങ്ങനെ ചെയ്യുന്നത്. നിന്നെ വാശി പിടിപ്പിക്കാൻ അവൾ എന്നെ ഒരു കരുവാക്കിയാണ്. നീ ഇല്ലെങ്കിൽ അവളൊരു ഭ്രാന്തിയാവും. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പീറ്റർ. പക്ഷേ വിജയെ കണ്ടതിന് ശേഷം ഞാനും ഒരു ഭ്രാന്തനായി തീർന്നു. എനിക്ക് അവളെ മാത്രം മതി. ഷെയർ പോലും വേണ്ട. എന്ത് വന്നാലും ഞാൻ അവളെ സ്വന്തമാക്കും. നീ എന്നെ ചതിക്കാമെന്ന് വിചാരിച്ചല്ലേ? നീയല്ലേ എന്നെ ചതിച്ചത്? അഞ്ജു, എന്താ? കമോ, കമോ, കമോ. നടക്കാൻ. രവി, രവി, നേരം വിളിച്ച് എഴുന്നേക്ക്. എടാ, അഞ്ചു ഇവിടെ കാണുന്നില്ലല്ലോ. അവിടെ എങ്ങനെ കാണും? അഞ്ജു, 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 അഞ്ജു. ചേച്ചി, ചേച്ചി.
അഞ്ചോടെ ഞങ്ങൾക്കറിയില്ല. എവിടെയെങ്കിലും പോയിരിക്കും. ആ എവിടെയെങ്കിലും പോട്ടെ, നമുക്ക് പോവാ. എടീ, നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കാം. മോളെ നീ അന്വേഷിക്കാനും പിടിക്കാനൊന്നും പോകണ്ട. ഇവിടെ വിളിച്ചു പോയി ആൾക്കാരെ വരുത്തണ്ട. വാ, എടീ, വരൂ. കഷ്ടമായിപ്പോയി. നമുക്ക് താഴെ ഇറക്കാം. ഏതായാലും മരിച്ചു. ഇത് താഴെ ആയാലും മുകളിലായാലും ഒരുപോലെ. വാ. നീ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഷെയർ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? പോകുന്ന വഴി കുട്ടിയും തള്ളയും പട്ടണത്തിലൊന്ന് എത്തിച്ചേക്കണം. ചേട്ടാ, മോളെ, മോളെ, ചേട്ടാ, ഏതായാലും നിങ്ങൾ വന്നത് നന്നായി. ഞങ്ങളുടെ ഒരു ഭാരം ഒഴിഞ്ഞു. നിങ്ങളുടെ ഭാര്യയും കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നിൽക്കുക. എന്നെ ആദ്യം ഏൽപ്പിക്കേണ്ടത് ആ കുട്ടിയെ. അവളില്ലാതെ ഞാൻ പോവില്ല. നീ ആ പെണ്ണിനെ കൊണ്ടുപോകല്ല. ജീവനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. നിനക്ക് ജീവനുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകും. അല്ല, അതേടാ. പോകാതെ മോളെ. അയ്യോ, വാടിവിടെ. മോള് കരയണ്ട. നടക്കണ റാസ്കൽ. ആ, നിങ്ങൾ വരും. ഇതാ ചാവി. എന്റെ കാർ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ അതിൽ കയറി പോയിക്കോളൂ. നിങ്ങൾ രണ്ടുപേർ ആ ഡെഡ് ബോഡിക്ക് പോയി കാവൽ നിൽക്കും. ഇവിടെ ജീപ്പിക്കട്ടെ. വേറെടാ വണ്ടി. കേരള